ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ ടാറ്റു സ്റ്റോറിയാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങളിൽ പലർക്കും ടാറ്റു ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഡൗട്ട്ഫുൾ ആയിട്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് പ്ലീസ് കീപ്പ് ഓൺ വാച്ചിങ്. നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും. സോ ഞാൻ ടാറ്റു ചെയ്യാനായിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ആഫ്റ്റർ മാരേജ് അങ്ങോട്ടും ഇങ്ങോട്ടും പേര് ടാറ്റു ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു തീരുമാനിച്ചു. അതിനുശേഷം ഞാൻ കുറേ മോഡൽസ് അല്ലെങ്കിൽ എവിടെയാണ് ചെയ്യേണ്ടത് ആ ഒരു പ്ലേസ് അത് ഞങ്ങൾ കുറേ അന്വേഷിച്ചു, ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തു. അതിനുശേഷം ഒരു ലെറ്റർ ഫോണ്ട് ഞങ്ങൾ കണ്ടെത്തി. അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ചെയ്യേണ്ടത് നല്ലൊരു ടാറ്റു ആർട്ടിസ്റ്റിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവൾ ചെയ്തിട്ട് ഒരു 1.5 വർഷത്തോളമായി ഇപ്പോൾ ടാറ്റു ചെയ്തിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ആ സെയിം ടാറ്റു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് വന്നിട്ട് ഡ്രീം ക്യാച്ചർ എന്നാണ് ടാറ്റു സ്റ്റുഡിയോൻ്റെ പേര്. കൊച്ചി കടവന്ത്രയിലാണ് അവരുടെ സ്റ്റുഡിയോ. ചെയ്യുന്ന ആർട്ടിസ്റ്റിൻ്റെ പേര് ശ്യാമ എന്നാണ്. വെരി ഡെഡിക്കേറ്റഡ് നല്ല ആർട്ടിസ്റ്റാണ് ശ്യാമ. അപ്പോൾ അതിനുശേഷം ഞങ്ങളൊരു അപ്പോയിൻമെൻ്റ് എടുത്തു. ഒരു ഫ്രൈഡേ 6 o'clock ഞങ്ങൾ അവിടെ എത്തി. അപ്പം നേരത്തെ തന്നെ ഞാൻ കുറച്ച് ഡിസൈൻസ് ശ്യാമയ്ക്ക് ഞാൻ വാട്സപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അയച്ചതിനേക്കാളും നല്ല കുറച്ച് ഡിസൈൻസ് ശ്യാമ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തത് അവർ തന്ന ഒരു ഡിസൈനാണ്. ഇത് വന്നിട്ട് ഒരു ടിബറ്റൻ ലെറ്റർ ഡിസൈനാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. സോ പിന്നെയുള്ള അടുത്ത ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്കപ്പോഴും വേദന ഉണ്ടാവുന്ന ഒബ്വിയസ്ലി വേദന ഉണ്ടാവും. പക്ഷെ നമ്മൾ വിചാരിക്കണം അത്ര പെയിൻഫുള്ളൊന്നും അല്ല. ലൈക്ക് നമ്മൾ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിരികം ത്രെഡ് ചെയ്യുമല്ലോ, ആ ഒരു പെയിനേ ഉണ്ടാവുള്ളൂ. സോ കുറച്ചൊരു പെയിൻ, ബട്ട് ഭയങ്കര പെയിനൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ വേണ്ട. അതിനുശേഷം ഒരു 15 minutes കൊണ്ട് തന്നെ 15 ഒന്നും എടുത്തില്ല, ഒരു 10 minutes കൊണ്ട് തന്നെ ടാറ്റു ചെയ്ത് തീർത്തു. ആക്ച്വലി ഞാൻ അറിഞ്ഞത് പോലുമില്ല ടാറ്റു ചെയ്ത് തീർന്ന കാര്യം. ബിക്കോസ് ശ്യാമ എൻ്റെ അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനും ഇതൊന്നും തോന്നിയില്ല. സോ പിന്നെ അങ്ങനെ അതിൻ്റെ കാര്യം കഴിഞ്ഞു. പിന്നെ പേയ്മെൻറ്റ് വന്നിട്ട് അവർ ഇഞ്ച് കണക്കിനാണ് പേയ്മെൻറ്റ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഒരു 1 inch വന്നിട്ട് 2000 പേ ചെയ്യേണ്ടത്. സോ ഞാൻ വന്നിട്ട് 4000 ആണ് എൻ്റെ ടാറ്റൂവിന് പേ ചെയ്തത്. എൻ്റെ ടാറ്റൂവിന് ഞാൻ 2000 ആണ് പേ ചെയ്തത്. അറിയാവുന്നതുകൊണ്ട് കുറച്ച് ഡിസ്കൗണ്ടൊക്കെ കിട്ടി. സോ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ചെയ്ത ടാറ്റൂവിന് ടുഗദർ 4000 rupees ഞങ്ങൾ പേ ചെയ്തു. പിന്നെ ആഫ്റ്റർ കെയർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ ഒരു ഓയിൻമെൻറ്റ് നമുക്ക് തരും. അതൊരു ആൻറ്റിബയോട്ടിക് ടൈപ്പ് ഓഫ് ഓയിൻമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ 3 ദിവസം ആ ഓയിൻമെൻറ്റ് ഒരു 5 times ഡെയിലി അപ്ലൈ ചെയ്യാം. അതിനുശേഷം 3rd day കഴിഞ്ഞിട്ട് നമ്മൾ നോർമലി വെളിച്ചെണ്ണ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഒരു 5-6 day കഴിയുമ്പോൾ ചെറിയൊരു ചൊറിച്ചിലൊക്കെ വരും, ഉണങ്ങാൻ തുടങ്ങുന്നതിൻ്റെ ലക്ഷണമാണ്. പിന്നെയുള്ളത് ടാറ്റു പൊളിഞ്ഞു തുടങ്ങും. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എൻ്റെ ആ ഒരു ഇത് പോയി. ഇപ്പോൾ നിങ്ങൾക്ക് ടാറ്റു കാണണ്ടേ? എൻ്റെ കണ്ടോ, ഇതാണ് ഞാൻ ചെയ്ത ടാറ്റു. പേര് വിജയ് എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്. സോ ഞാൻ ചെയ്തു, കണ്ടോ. ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടിബറ്റൻ ലെറ്ററാണ്. സോ ഇതാണ്. ക്ലിയർ ആവുന്നില്ല എന്ന് തോന്നുന്നു, ക്യാമറയുടെ പ്രശ്നം, കണ്ടോ. ഓക്കെ, സോ ഇതാണ് എൻ്റെ ടാറ്റു സ്റ്റോറി. നിങ്ങളപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കുറച്ച് ഡൗട്ടിലിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ വേഗം പോയി ചെയ്തോളൂ. പ്രശ്നമൊന്നുമില്ല. ഇപ്പം എൻ്റെ ഫ്രണ്ട് ചെയ്തിട്ട് തന്നെ 1.5 വർഷമായി, ഒരു പ്രോബ്ലവും ഇല്ല. സോ ഇതൊക്കെയാണ് ടാറ്റു സ്റ്റോറി എൻ്റെ. സോ ഞാൻ ഓൾമോസ്റ്റ് ഓൾ ആക്സെപ്റ്റ് കവർ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്. അത് മാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവരും നല്ല ഹെൽത്തി, ബ്യൂട്ടിഫുൾ, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.